ജനാധിപത്യ ഇന്ത്യയിൽ ഇന്നലെ ജന്തർ മന്ദറിൽ നമ്മുടെ യുവതയെ പോലീസ് ചലിച്ചത് കണ്ണിൽ ചോരയില്ലാത്ത പോലെ അതിക്രൂരമായി. പോലീസ് എന്തുകൊണ്ട് ഇത്തരത്തിൽ പൊതുജനത്തിനോട് പെരുമാറും? എന്തുകൊണ്ടാണ് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ജനതയോട് പോലീസ് ബ്രിട്ടീഷ് രാജിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നത്? എന്തുകൊണ്ടാണ് യുപിയിൽ ഗട്ടർ ചൂണ്ടിക്കാണിച്ച ഒരു പാവപ്പെട്ടവനെ പരസ്യമായി പോലീസ് സ്റ്റേഷനിൽ തല്ലിച്ചതച്ച് അതിനുശേഷം പരസ്യമായി എന്തുകൊണ്ട് മാപ്പ് പറയും? അതാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ദിവസം നമ്മൾ കണ്ടല്ലോ, എല്ലാവരും ഒരു മനുഷ്യൻ റോഡിലെ കുഴി ചൂണ്ടിക്കാണിച്ചു. റോഡിലെ കുഴി ചൂണ്ടിക്കാണിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത് അവനെ ശരിക്കും തല്ലി, എന്നിട്ട് മാപ്പ് പറയിപ്പിച്ചു. തെറ്റ് റോഡിലെ കുഴി ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്. കുഴി ചൂണ്ടിക്കാണിച്ചതിന് പാവത്തിന് എന്ത് ചെയ്തു? യോഗി ആദിത്യനാഥിന്റെ പോലീസ് മർദ്ദിച്ചു. കാരണം 1861 പോലീസ് മാനുവൽ അനുസരിച്ചാണ് പല പോലീസ് സേനകളും പ്രവർത്തിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ 2011 കേരള പോലീസ് മാനുവല് ജേക്കബ് പുന്നൂസ് സാറിന്റെ ഒക്കെ കൂടി ചേർന്ന് ഉണ്ടാക്കിയെങ്കിലും അത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനെന്തല്ല വേറെ വ്യത്യാസങ്ങളൊന്നും എന്ത് ചെയ്തിട്ടുള്ള വന്നിട്ടില്ല. ആളുകളും ഇതൊക്കെ ഒറ്റ ഇത് തന്നെയാണ്. ഒറ്റ ഇത് തന്നെയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഈ 1861 പോലീസ് മാനുവലാണ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 1861 എന്ന വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. 1861 ഇവിടെ കുറച്ച് പുറകേട്ട് വരുമ്പോ 1857 എന്ന് പറഞ്ഞൊരു വർഷമുണ്ട്. ഈ 1857 ഒരു പ്രത്യേകതയുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ നടന്ന സമയമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് ജനങ്ങൾ സംഘടിച്ച്, സൈന്യവും സംഘടിച്ച് നടത്തിയ ഒരു പ്രക്ഷോഭമായിരുന്നു. അപ്പൊ അതിൽ ബ്രിട്ടീഷുകാർക്ക് എന്ത് മനസ്സിലായി? ഈ ജനങ്ങളെ എപ്പോഴും ഭയപ്പെടുത്തി. അതായത് ഭരണകൂടത്തിന്റെ ഒരു യന്ത്രം എപ്പോഴും, ഒരു മിഷനറി എപ്പോഴും എന്ത് വേണം? ജനങ്ങളുടെ ഇടയിൽ വേണം, ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ പോലീസ് സേന എന്നുള്ളത് ബ്രിട്ടീഷുകാർ. അപ്പൊ അന്ന് 1861 പോലീസ് സേന നിർമ്മിച്ചപ്പോ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പോലീസ് മാനുവലാണ് ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും എന്ത് ചെയ്യണത്? ഫോളോ അപ്പ് ചെയ്യണത്. എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയിലും കേരളത്തിലും മാത്രം പരിഷ്കരിച്ചെങ്കിലും അവിടെയെല്ലാം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഇറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്തില്ല വേറെ പ്രത്യേകിച്ച്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പോലീസ് മാനുവലിന്റെ ഒരു പ്രത്യേകത, അതില് ഫസ്റ്റ്